എമ്പുരാന് പിന്നിൽ അന്താരാഷ്ട്ര ജിഹാദി അജണ്ട, തീവ്രവാദി അജണ്ട ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ഇതിലെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സിനിമയുടെ നായകൻ മോഹൻലാൽ ഹിന്ദു, ഈ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് ഹിന്ദു, ഈ സിനിമ എഴുതിയ മുരളി ഗോപി ഹിന്ദു, ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഗോകുലം ഗോപാലൻ ഹിന്ദു, സിനിമാറ്റോഗ്രഫി ചെയ്ത സുജിത് വാസുദേവൻ ഹിന്ദു, എഡിറ്റ് ചെയ്ത അഖിലേഷ് മോഹൻ ഹിന്ദു, മ്യൂസിക് ചെയ്ത ദീപക് ദേവ് ഹിന്ദു. അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമ ജിഹാദി സിനിമ എന്ന് പറയുന്നവന്മാരുടെ തലയ്ക്ക് ഓളമാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അവിടെയാണ് ഈ സിനിമ മുമ്പോട്ടൊരു രാഷ്ട്രീയം വെക്കുന്നുണ്ട്. അത് ഈ തീവ്ര വലതുപക്ഷത്തെ ചില സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും എഴുതുന്നവർ പറയുന്നത് പോലെ ഇതൊരു അന്താരാഷ്ട്ര ഇസ്ലാമിസ്റ്റ് അജണ്ട ഒന്നുമല്ല. ഈ സിനിമ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്, മോഡറേറ്റ് പൊളിറ്റിക്സ് ആണ്. വിമർശിക്കേണ്ടതിനെ വിമർശിച്ചിട്ടുമുണ്ട്, എന്നാൽ പോസിറ്റീവായി കാണിക്കേണ്ടതിനെ പോസിറ്റീവായി കാണിച്ചിട്ടുമുണ്ട്. നമ്മൾക്ക് ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇതിനോടകം എമ്പുരാന്റെ കാര്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും മറ്റു പറഞ്ഞവർക്ക് ഒരു സസ്പെൻസിൽ സസ്പെൻസോ ബാക്കിയുള്ള കാര്യങ്ങൾ പോകാത്ത രീതിയിൽ ഞാൻ പറയാം. ഇതില് ഏറ്റവും പ്രകടമായി നമുക്ക് മനസ്സിലാകുന്നത് സുരാജ് വെഞ്ഞാറമൂട്, സജന ചന്ദ്രൻ, അത് കെ സുരേന്ദ്രനാണ്. BJPയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ കെ സുരേന്ദ്രനെയാണ് കാണിക്കുന്നത്. കെ സുരേന്ദ്രൻ 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നും, അതോടൊപ്പം ടോവിനോയ്ക്ക് അതിന്റെ ഒരു ഇടയ്ക്കൊരു കാര്യം ഉണ്ടെന്ന് പറയുന്നില്ല, ടോവിനോയ്ക്ക് 100 കോടി രൂപയോ മറ്റും അടുത്ത 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഇട്ടുകൊടുക്കുന്ന ഒരു കഥാപാത്രവും മറ്റുമുണ്ട്. അത് സുരാജ് വെഞ്ഞാറമൂടിന്റെയാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കെ സുരേന്ദ്രനെ അത്രയും മോശമായി കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം പുള്ളി പറയുന്ന പല കാര്യങ്ങളും ഒരു എനർജിക്കും ആവേശത്തിന് വേണ്ടി പറഞ്ഞാണ്, അല്ലാതെ ഈ രീതിയിൽ വലിയ പ്ലാൻ ചെയ്ത് പറഞ്ഞാണെന്നൊന്നും ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. അപ്പൊ അതാണ് വളരെ പ്രകടമായി തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളുള്ളൂ. ടോവിനോയും മഞ്ജു വാര്യരും എല്ലാം കോൺഗ്രസിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ IUF എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്, മഹാത്മാഗാന്ധിയുടെ പിന്തുടർച്ചയുള്ള പാർട്ടി. ഇതിൽ PK രാംദാസ് ആരാണെന്ന് പറയുമ്പോഴാണ്, PK രാംദാസ് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുജിയുടെയും കൂടി ഒരു കോമ്പിനേഷനിലാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്തത്. എന്നിട്ട് വളരെ വ്യക്തമായി തന്നെ മോഹൻലാൽ പറയുന്നുണ്ട്, അതിൽ ഇന്ത്യയിൽ പലപ്പോഴും നേതാക്കളാകുന്നത് കഴിവുള്ളവരോ പ്രാഗൽഭ്യമുള്ളവരോ അല്ല, അവരുടെ സർനെയിം ഉള്ളവരും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെയാണ് വിശാല അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ക്യാരക്ടേഴ്സ് മറ്റു പലതിനോടും ചേർത്ത് വെച്ചിരിക്കുന്നു. ഇതിലെ വർമ്മ സാർ, നമ്മുടെ സായി കുമാറിന്റെ വർമ്മ സാർ, കോൺഗ്രസിലെ മേൽജാതി രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഫോർവേഡ് കാസ്റ്റ് പൊളിറ്റിക്സിനെയൊക്കെയാണ് വിശാല അർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ അങ്ങനെ വർമ്മമാരൊന്നും ഇല്ല, പക്ഷെ എന്നിരുന്നാലും നായർ അടക്കമുള്ള മുന്നോക്ക സമുദായങ്ങളെ എല്ലാം കൂടെ റെപ്രസെന്റ് ചെയ്യാനും അവരുടെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങളും അവരുടെ ഇടയിലുള്ള കുതിൽകാൽ വെട്ടും അതൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി എന്ന് പറയുന്ന വർമ്മ സാറിന്റെ ആംഗിളും കോൺഗ്രസിലെ ഫോർവേഡ് കാസ്റ്റ് പൊളിറ്റിക്സ് ആണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നു എന്നുള്ളത്. അപ്പം ടോവിനോയും മഞ്ജു വാര്യരും എല്ലാം അങ്ങനെ കോൺഗ്രസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്.